സജീവൻ, ഇപ്പോൾ പിണറായി വിജയൻ ബിനോയ് വിശ്വത്തിന്റെ വായ പൂട്ടിച്ചു എന്നുള്ളതാണ് ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത്. എന്താണ് ഈ കാര്യത്തിൽ താങ്കൾ കാണുന്നത്? CPIക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ CPMനോട് അല്ലെങ്കിൽ CPM എടുക്കുന്ന തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഭയക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയോ? എനിക്ക് ഇന്ന് ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം ഒരു തമാശയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ബിനോയ് വിശ്വം പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞത് അല്ലേ ഇപ്പോൾ നടപ്പായിട്ടുള്ളത്, അത് CPIയുടെ വിജയമല്ലേ എന്നാണ്. എനിക്കൊരിക്കലും മനസ്സിലായില്ല എന്താണ് ബിനോയ് വിശ്വം ഉദ്ദേശിക്കുന്നതെന്ന്. ബിനോയ് വിശ്വം പറഞ്ഞു, ഞങ്ങൾ ഈ കുടിവെള്ളം മുടക്കുന്ന രൂപത്തിലുള്ള ഒരു തരത്തിലുള്ള പദ്ധതി ഞങ്ങൾ അംഗീകരിക്കില്ല, മദ്യ ഉൽപ്പാദനത്തിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നുള്ളതാണ്. അതിപ്പോൾ ഇവിടെ സർക്കാർ LDF അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് CPIയുടെ വിജയമെന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ തമാശ. കാരണം ഇത് നേരത്തെ തന്നെ ഞങ്ങൾ കുടിവെള്ളം എടുക്കുന്നേ ഇല്ല, ഞങ്ങൾക്ക് അവിടെ കിണർ ഒഴിക്കാൻ സമ്മതിക്കില്ല, ഭൂഗർഭജലം എടുക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ രാജേഷ് തുടക്കം മുതലേ പറയുന്നുണ്ട്. അപ്പോഴും ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള CPI നേതാക്കന്മാരെല്ലാവരും പറഞ്ഞിട്ടുള്ളത് അത് ഒരിക്കലും സമ്മതിക്കില്ല എന്നാണ്. ഇപ്പോഴും താങ്കളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ എലപ്പുള്ളിയിലുള്ള CPIക്കാരും പാലക്കാടുള്ള CPIക്കാരും ഒക്കെ അതിശക്തമായി പറഞ്ഞ് അവിടെ ഈ ഒരു മദ്യനിർമ്മാണശാല വേണ്ടെന്നാണ്. അങ്ങനെ പറയുമ്പോഴും എന്താണ് ഈ ഇപ്പോൾ കഴിഞ്ഞ LDF യോഗത്തിൽ കൺവിൻസിങ് ആയിട്ടുള്ളൊരു കാര്യം എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ള കാര്യമാണല്ലോ ബിനോയ് പറയേണ്ടത്. ബിനോയ് ആ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. ബിനോയ് പറയുന്നത് ഞങ്ങളുടെ വിജയം എന്നുള്ളതാണ്. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഇവിടെ ഈ മഴവെള്ളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് അവസാനം രാജേഷ് പറഞ്ഞുള്ളതും മുഖ്യമന്ത്രി പറഞ്ഞുള്ള കാര്യം അതാണ്, മഴവെള്ളം മാത്രം മതി, മഴവെള്ളം സംഭരിച്ചാൽ മാത്രം ഇവിടെ ഈ ആവശ്യമായിട്ടുള്ള മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഈ സ്ഥാപനം ഒയാസിസിൻ്റെ ഈ മദ്യനിർമ്മാണശാല പ്രവർത്തിക്കാൻ ആവശ്യമായ വെള്ളം കിട്ടുന്നുള്ളതാണ്. അതങ്ങനെയാണ് എന്ന് ബിനോയോ അല്ലെങ്കിൽ CPIയുടെ നേതാക്കന്മാരോ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അതൊരു വലിയൊരു ചോദ്യമാണ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല കാര്യം. കാരണം മഴവെള്ളം മാത്രം എടുത്തുകൊണ്ട് അവർ ഇത് നടപ്പാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മലമ്പുഴയിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് അതിൽ കുറച്ച് ഭാഗങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയണം. ഇതൊന്നും പറയാതെ കുടിവെള്ളം മുട്ടിക്കില്ല എന്നൊരൊറ്റ വാക്യേ പറഞ്ഞുള്ളൂ. കുടിവെള്ളം മുട്ടാതിരിക്കുന്നത് എങ്ങനെ എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് ഇത് നയം മാറ്റം എന്ന് പറയുന്നത്. നയം മാറുകയല്ല, പെട്ടെന്ന് വാക്ക് മാറുന്നൊരവസ്ഥയിലേക്ക് CPI പോയത് എന്തുകൊണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാര്യം. അതുകൊണ്ടാണ് ഇവിടെ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യം വിഴുങ്ങിയതിനെ കുറിച്ചിട്ട്. ഇവിടെ മാത്രമല്ല ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ബിനോയ് ഇവിടെ മുസ്തഫ പോലും പറഞ്ഞൊരു കാര്യം, ഇത് മന്ത്രിസഭയല്ല LDF എടുത്ത തീരുമാനമാണ്, അതിനിടയിൽ തർക്കമുണ്ടാകുമ്പോൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നുവെന്ന്. ഇവിടെ ഇക്കാര്യം ഇക്കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞിട്ടുള്ള LDF യോഗത്തിൽ ആണ് ആദ്യമായിട്ട് തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞ് അവരുടെ നിർദ്ദേശമായിട്ട് ഇത് മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ നമ്മളതിന് കുറ്റം പറയില്ല. കാരണം UDF വിമർശിക്കുന്നതോ BJP വിമർശിക്കുന്നതൊന്നും കാര്യമാക്കേണ്ടില്ല. കാരണം LDFൻ്റെ നയം അതാണ്, ഞങ്ങളിത് നടപ്പാക്കാൻ പോകുന്നുവെന്ന് LDF കൂട്ടായി തീരുമാനിക്കണം. LDFൻ്റെ യോഗം ഇതിനു മുമ്പെയൊക്കെ നടന്നിട്ടുണ്ട്. ആ നടന്ന യോഗത്തിലൊന്നും ഇത്തരമൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. അങ്ങനെ തീരുമാനം എടുത്തിട്ട് ഇവിടെ എലപ്പുള്ളിയിൽ ഒയാസിസിൻ്റെ ബ്രുവറി ആരംഭിക്കാനായിട്ട്, ഒയാസിസോ ഏതെങ്കിലും ആവട്ടെ, അങ്ങനെ ബ്രുവറി ആരംഭിക്കാനായിട്ട് അനുമതി കൊടുക്കാം എന്ന് എപ്പോഴെങ്കിലും, നമ്മളൊക്കെ പത്രം വായിക്കുകയും TV ചാനലുകൾ വാർത്ത കാണുകയും ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഇങ്ങനെയൊരു തീരുമാനമെടുത്തായിട്ട് നമുക്കാർക്കും അറിയില്ല. ഈ തീരുമാനം വരുന്നത് CPI മന്ത്രിമാർ ഉൾപ്പെടെയുള്ള മന്ത്രിസഭയിലാണ്. ആ മന്ത്രിസഭാ തീരുമാനമാണ് വാർത്തയായിട്ട് വരുന്നത്. അതിനെയാണ് എലപ്പുള്ളിയിലെയും പാലക്കാട്ടെയും CPI നേതാക്കന്മാരും CPI പ്രവർത്തകരുമൊക്കെ എതിർത്തിട്ടുള്ളത്. അതുതന്നെയാണ് CPIയുടെ സംസ്ഥാന നേതാക്കന്മാർ ബിനോയ് ഉൾപ്പെടെയുള്ള ആളുകൾ എതിർത്തിട്ടുള്ളത്. പിന്നീട് എങ്ങനെയാണ്, എന്ത് മാറ്റമാണ് ഇപ്പോൾ ഈ LDF യോഗത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതൊരു വലിയ കാര്യം. CPI പറയുന്ന ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഒരു അടുത്ത കാലത്തുള്ള ഏറ്റവും വലിയ തമാശയാണ്. ഇത് അംഗീകരിച്ചിരിക്കുന്നു, രാജേഷോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളിത് അംഗീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇനിയിപ്പോൾ മഴവെള്ളം കൊണ്ട് മാത്രമാണ് എലപ്പുള്ളിയിലുള്ള ഈ ബ്രുവറി പ്രവർത്തിക്കാൻ പോകുന്നത്, അതിനാവശ്യമായിട്ട് മഴവെള്ളം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്ന് ബിനോയ് പറഞ്ഞാൽ മതി. ബിനോയോ ഒരു CPI നേതാവ് ഇത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും
ആളുകൾ വിശ്വസിക്കുക CPM പറഞ്ഞ കാര്യത്തിനോട് വിയോജിക്കാൻ ഇവർക്ക് അവസാനം പറ്റാതായി. ഇത് വിവാദമാക്കി നേരത്തെ മുസ്തഫ പറഞ്ഞു. വിവാദമാക്കി നമ്മളാരും അല്ലല്ലോ. ഇവിടെ റിപ്പോർട്ടർ ചാനലോ സ്മൃതിയോ ഇവിടെ ആരുമല്ലല്ലോ വിവാദമാക്കിയിട്ടില്ല. ഇത് വിവാദമാക്കിയിട്ടുള്ള RJDയും CPIയുമാണ്. മറ്റുള്ള സ്വാഭാവികമായിട്ടും UDFകാർ എതിർക്കും, BJPക്കാർ എതിർക്കും, അതൊക്കെ അവഗണിക്കാം. പക്ഷേ ഇത് ശക്തമായ വിവാദത്തിലേക്ക് വന്നത്, ഇതൊരു വലിയ ചർച്ചാ വിഷയമായത് CPIയുടെയും RJDയുടെയും നിലപാട് കൊണ്ടാണല്ലോ. ഇതിലിപ്പോൾ പ്ലാച്ചിമട ഓർമ്മിപ്പിക്കുകയാണ് ബ്രൂവറി എതിർക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലാച്ചിമട സമരത്തെക്കുറിച്ച് എന്നോട് പറയണ്ട, ഞാനതിൻ്റെ ഭാഗമായിരുന്ന ആളാണ് എന്ന് മന്ത്രി MP രാജേഷ് പറയുന്നുണ്ട്. അപ്പോൾ പ്ലാച്ചിമടയുടെ ദുരനുഭവം അറിയുന്ന മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് അത് കൊണ്ടെത്തിക്കില്ല എന്നൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലുണ്ട്. അതിനെ എങ്ങനെ കാണണം? അല്ല, അത് രാജേഷ് ഇങ്ങനെ പറയുമ്പോൾ രാജേഷിന് അതിൻ്റെ ന്യായീകരണങ്ങളുണ്ടാകാം. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, അത് മുന്നണിയിലെ ഘടകകക്ഷികളെ മുഴുവൻ ബോധ്യപ്പെടുത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പ്രധാനപ്പെട്ട 2 ഘടകകക്ഷികൾക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ബിനോയ് പറയുന്നത്, ഇപ്പോൾ RJDക്കാരുടെ പ്രതികരണം പോലും വന്നിട്ടില്ല. ബിനോയ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഞങ്ങളിപ്പോൾ വിജയിച്ചു എന്നുള്ളതാണ്. ആ വിജയിച്ചത് എവിടെ? നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാത്തതാണ്. വിജയിച്ചത് എവിടെയാണ്? ഇപ്പോൾ രാജേഷ് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ, പ്ലാച്ചിമടയുടെ വിജയത്തിൽ അതിൻ്റെ പങ്കാളിയായിരുന്ന ആളാണെങ്കിൽ ഇവിടെ ഇതിന് ആവശ്യമായ വെള്ളം എനിക്കിപ്പോഴും നേരത്തെ സ്മൃതി ചോദിക്കുകയും ചെയ്തു, ഇവിടെയുള്ള മഴവെള്ള സംഭരണം എത്രമാത്രം ഉണ്ടാകും ഈ പ്രദേശത്ത്? അവിടെ നിന്ന് എടുക്കുന്ന മഴവെള്ളം മാത്രമല്ലേ പറ്റുള്ളൂ. Debate with Smriti Parithikar.